ഓം നമോ നാരായണായ. നമസ്കാരം. ഞാൻ അഞ്ജലി യദുകൃഷ്ണൻ, കുര്യാറ്റുപുറത്തില്ലം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ആലപ്പുഴയിലെ തന്നെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. 5 ആട്ടവിശേഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി ആചരിച്ചു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് വൃശ്ചിക മാസത്തിൽ നടത്തുന്ന തിരുവുത്സവ തിരുവാറാട്ട്. ഈ ഭഗവാനെ പറ്റി പറയുകയാണെങ്കിൽ വെണ്ണക്കണ്ണനായും സന്താന സൗഭാഗ്യദായകനായും പ്രേമസ്വരൂപനായും ഒക്കെ ഭക്തരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഒരു ചൈതന്യമാണ്. ഈ ചൈതന്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് പിതൃമോക്ഷ പ്രദായകനായിട്ടാണ് ഈ ആലപ്പുഴയിൽ ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നത്. ബലിതർപ്പണവും ചാവൂട്ട്, തിലഹോമം എന്നീ വഴിപാടുകൾ നടന്നു വരുന്ന ക്ഷേത്രമാണിത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് പാൽപ്പായസം നിവേദ്യം. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ വെള്ളിക്കുടം പാൽപ്പായസം. അങ്ങനെ വെള്ളിക്കുടം പാൽപ്പായസം നേർന്ന് ആ ഭഗവാനോട് പ്രാർത്ഥിച്ച് തൻ്റെ കാര്യം സാധിച്ച് ഭഗവാന്റെ ദർശനം കിട്ടിയ ഒരു ഭക്തനും ഇവിടെയുണ്ട്. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവം ചോദിച്ചറിയാം. അങ്ങേക്ക് ഭഗവത് ദർശനം കിട്ടിയ ആ സാഹചര്യവും എന്ത് വഴിപാടാണ് അങ്ങ് കഴിച്ചതും അതിനെക്കുറിച്ചൊന്ന് വിവരിച്ച് പറയാമോ? എൻ്റെ വൈകിട്ട് ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് തൊഴാൻ വരുന്നതാണ്. എല്ലാ വ്യാഴാഴ്ച ഉച്ചയ്ക്കും തൊഴാൻ വരുന്നതാണ്. ബുധനാഴ്ച ഇവിടുത്തെ തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഈ വെള്ളിക്കുടത്തിൽ നേർച്ച ഭക്തന്മാർക്ക് ഭയങ്കര ഗുണം ഉണ്ടാകുന്നുണ്ട്. അത് ഞാനിങ്ങനെ വളരെ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു. എൻ്റെ മകൻ വിദേശ യാത്രയ്ക്ക് പോകാൻ വേണ്ടി ലോണും പിന്നെ എൻ്റേതായ കുറച്ച് പൈസ കിട്ടാണ്ട കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വെള്ളിക്കുടം അവിടെ ആ കൗണ്ടറിൻ്റെ വാതിൽക്ക് നിന്ന് തന്നെ ഞാൻ നേർന്നിട്ട് ഞാൻ തിരിച്ചുപോയി. അന്ന് പിറ്റേ ദിവസം വ്യാഴാഴ്ച എനിക്ക് പിന്നെ എൻ്റെ കിട്ടേണ്ട ബാങ്ക് ലോണും എനിക്ക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ട പൈസയും തൊട്ട് പിറ്റേ ദിവസം വ്യാഴാഴ്ച എനിക്ക് അതിൻ്റെ എല്ലാ പേപ്പറുകളും റെഡിയായി. അതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യാഴാഴ്ച ഇവിടുത്തെ ഉച്ചക്കലത്തെ പൂജകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രം അടച്ചു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ടും രാവിലെയൊക്കെ വന്ന് ഇരുന്നിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടർ എടുത്ത് പടിഞ്ഞാറേ നടയിൽ വണ്ടിയെടുത്ത് തിരിച്ച് ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ അമ്പലത്തിലോട്ട് നോക്കി പടിഞ്ഞാറേ നടയിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വെറുതെ നോക്കി മനസ്സിലാലോചിച്ച്, ഭഗവാനെ അതെല്ലാം ഒന്ന് ശരിയാക്കി തരണേ, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ശരിയാകണേ. ഞാൻ 1 മാസമായിട്ട് കിടന്ന് ഓടുക ഇതിന് വേണ്ടിയല്ല. അപ്പോൾ കുറേ നേരം അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് അമ്പലത്തിനകത്തോട്ട് പടിഞ്ഞാറേ വാതിലിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ചു പയ്യനായിട്ട്, എന്നാൽ അതൊരു സുതാര്യമായ നമ്മുടെ ഒരു ഗ്ലാസ് പോലാണ് ഭഗവാന്റെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്നു. അപ്പോൾ തൊട്ട് പുറകിലുള്ള ആ ആട്ടവിളക്ക്, വലിയ വിളക്ക് ഈ ഭഗവാന്റെ ശരീരത്തിനകത്തൂടെ കാണുകയും ചെയ്യാം എനിക്ക്. അപ്പം ഞാൻ അന്നേരം ശരിക്കും എനിക്ക് തന്നെ ഞാൻ 4 വശം നോക്കി, എനിക്ക് തോന്നലാണോ നോക്കി ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ രൂപം എന്നെ ഇങ്ങനെ കൈയാട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്പലത്തിലെ എന്നെ ജീവനക്കാരനായ ഹരികൃഷ്ണൻ ജസ്റ്റ് അതുവഴി നടന്നു പോകുന്ന സമയത്ത് എന്നെ ഇങ്ങനെ നോക്കി കൈ കൊണ്ട് കാണിച്ചു. ആ കാണിക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ ആ ഭഗവാൻ ആ കൊച്ചു രൂപമായിട്ട് നിന്ന് പെട്ടെന്ന് വടക്ക് വശത്തോട്ട് അങ്ങ് മാറി. ഞാൻ ഒരു നിമിഷം കറണ്ടടിച്ച പോലെ അങ്ങ് നിൽക്കുക. ഞാൻ 4 വശം നോക്കുക, കുളത്തിൻ്റെ ഭാഗത്ത് എങ്ങുമില്ല, ഈ ഭാഗത്ത് ഒരു മനുഷ്യനും അന്നേരം കാണാനില്ല. ഞാൻ ശരിക്കും അങ്ങ് ഒരു ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. അവിടെ നിന്ന് ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയാണ്. കാര്യം ഈ മകന് പോകേണ്ട പൈസ കൊടുക്കേണ്ട ഡേറ്റും കഴിഞ്ഞ് കൊണ്ടുപോകേണ്ട ഡോക്ടറെല്ലാം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് മകന് മാത്രമല്ല ലാസ്റ്റ് ഡേറ്റ് കുറച്ച് നീട്ടി തന്നത്. പക്ഷേ അവിടെ നിന്ന് പോയി ഞാൻ വൈകിട്ട് ചെല്ലുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അത് ഞാൻ ഇവിടെ വന്ന് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തിയുടെയൊക്കെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. അതിപ്പോഴും ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുക ആ രൂപം ഭഗവാന്റെ. അതെനിക്ക് ഒരിക്കലും നമുക്ക് മറക്കാനൊക്കത്തില്ല. പിന്നെ വെള്ളിക്കുടത്തിൽ പാൽപ്പായസം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് ആ ദിവസം തന്നെ എനിക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടൊരു ന്യൂസ് കിട്ടിയത്. അത് മറ്റുള്ള ഭക്തന്മാർക്കും ഭാവിയിൽ അത് പ്രയോജനം ചെയ്യും. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നെ പല പാൽപ്പായസ വഴിപാടുകളിൽ വെള്ളിക്കുടത്തിൽ പാൽപ്പായസം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ഭക്തർക്ക് പ്രത്യക്ഷമൂർത്തിയായും ആഗ്രഹത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ തിരുവുത്സവം ആരംഭിക്കുന്നത് നവംബർ 28, 2024 മുതൽ ഡിസംബർ 5, 2024 വരെയാണ്.